ഹലോ. അപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുകയാണ് കേട്ടോ. ഞമ്മ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ അമ്മയോട് വേണ്ടിയിട്ട് സൈക്കിൾ ചവിട്ടിലാണ്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ പുട്ടാണ്, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അവർക്ക് അതാണ് ഇഷ്ടം. കുറച്ച് മക്കളൊക്കെ മാറ്റിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മോനാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്കൂളിൽ പോയി. അതിന് ശേഷമാണ് ഞാൻ അമ്മാളുവിനെയും കുഞ്ഞാറ്റിനെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അവരുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനാണ് കൊണ്ടുവിടാറുള്ളത്. ഇനിയിപ്പോൾ അതൊരു തുടക്കമാണ്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ലോണം വിഷമമുണ്ട്. പക്ഷേ സ്കൂളല്ലേ, പഠിക്കണ്ടേ അവർക്ക്. നമ്മുടെ കൂടെ ഇങ്ങനെ എവിടെയും ഞാൻ വിടാറില്ല. അങ്ങനെ വെക്കേഷനൊന്നും എങ്ങോട്ടും പോകാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിലെത്തുമ്പോൾ തന്നെ കുറച്ച് പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സൊക്കെ ഇപ്പം ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുറേയായി അവരേനൊക്കെ കണ്ടിട്ട് അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു. നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. എൻ്റെ 3 പിള്ളേർ ഇവിടെ പഠിച്ചതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സ്മാരോടൊക്കെ എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നു തുടങ്ങി. മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരികളും സുന്ദരന്മാരായിട്ട് കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് അവരുടെ മുഖത്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷം. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാരണം 2 മാസം എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഞാൻ എവിടെയും ഇടാണ്ട് അവരെ നിർത്തിയിട്ട് ഇപ്പോഴാണ് എനിക്ക് ആ വിഷമം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ തല്ലുകൂടുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്കൂൾ തുറന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ എനിക്ക് അവർ പോയപ്പോൾ നല്ല വിഷമമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എല്ലാ പൊന്നുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.